നമ്മളിപ്പോ ഇന്ന് മെഡിറ്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഡെയിലി തുടങ്ങിയ സെഷൻ മുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് രാവിലെ. അപ്പം ഡെയിലി വരുന്ന ആളുകൾക്ക് എന്താണ് മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബേസിക് മെഡിറ്റേഷൻ, സിമ്പിൾ മെഡിറ്റേഷനാണ് നമ്മളെന്നും ചെയ്യുന്നത്. എന്നിരുന്നാലും അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെഡിറ്റേഷൻ എന്താണ് ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യാമോ? വാട്ട് യു ഡിഡ് ഫീൽ അബൌട്ട് മെഡിറ്റേഷൻ? മെഡിറ്റേഷന്റെ ഭംഗി നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ പതുക്കെ കമന്റ് ചെയ്തോളൂ. മെഡിറ്റേഷനിൽ നമ്മൾ കുറേ ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നമ്മളിവിടെ വന്നത് നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റങ്ങൾ, ഓക്കെ, മൈൻഡ്, ഓക്കെ, ഫ്രീ ആക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അതേപോലെ എല്ലാവരും കമന്റ് ചെയ്യൂ, നിങ്ങൾക്ക് എന്താണ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് എന്നുള്ളത്. വളരെ ചുരുക്കം ആളുകൾ പറയാറുണ്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നു, മൈൻഡ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ ടെൻഷൻ വരുന്നു എന്നൊക്കെ. അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ സമയത്ത് ചിലർക്ക് ഫീൽ ചെയ്യുന്നതാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടുകളും ടെൻഷൻസും കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഒന്നിച്ച് ഫ്രീ അപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം ചില മുള്ളുകൾ നമ്മളെ കൊളത്തി വലിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മൈൻഡ് ഫ്രീ ആയിട്ട് ഇതുപോലെ തന്നെയല്ലേ മെഡിറ്റേഷൻ ഫീൽ ചെയ്തത്? അപ്പൊ നിങ്ങൾ മെഡിറ്റേഷന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. മെഡിറ്റേഷൻ കുറെ മുന്നേ തന്നെ തുടങ്ങിയാണ്. മനുഷ്യനുള്ള കാലം മുതൽ ഉണ്ടാവും മെഡിറ്റേഷൻ. ഓക്കെ, മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്, ഇന്നിപ്പോ നമ്മളെ കുറച്ച് കാലം മുന്നേ ആളുകൾ കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അല്ലെ? സിനിമകള് കണ്ടിരുന്ന മറന്ന് ഇപ്പൊ നമ്മള് റീൽസ്, ചെറിയ ചെറിയ യൂട്യൂബ് റീൽസ്, ഇൻസ്റ്റഗ്രാം റീൽസ് ആണ് അധികം ആൾക്കാരും കൂടുതൽ സമയം കാണുന്നത്. അപ്പൊ നമ്മളെ അറ്റൻഷൻ സ്പാന്, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, കോൺസെൻട്രേഷൻ പവർ, ഇതൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് പലപ്പോഴും ഓടി നടക്കും. ഇവിടെ ശരിയല്ല, അവിടെ അത് ഇത് പറഞ്ഞാണ്ട് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊന്ന് പിടിച്ചു കെട്ടാൻ, മനസ്സിനൊന്ന് പിടിച്ചു നിർത്താൻ, മനസ്സിനൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗ്രൂപ്പുകളിൽ കയറി വരുന്ന ആളുകൾ കയറി വരുന്നു, കുറെ ആളുകൾ ക്വിറ്റ് അടിക്കുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് സർവീസ് ആവശ്യമില്ലായിട്ടല്ല, അവർക്ക് ക്ഷമിച്ച് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ മനസ്സിന് കിട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മെഡിറ്റേഷന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ഒരു ക്ഷമയാണ്. ഒറ്റയടിക്ക് റിസൾട്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ, ചിലർ മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറയും. നിങ്ങൾ ആ മെഡിറ്റേഷന്റെ ആ ഒരു തലത്തിലേക്ക്, ഒരു വൈബ്രേഷൻ തലത്തിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ശരിയായ രീതിയിൽ എത്താത്തത് കൊണ്ടാണ്. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊന്ന് ഗൈഡ് ചെയ്ത് തരേണ്ട ആവശ്യം വരില്ല മെഡിറ്റേഷൻ ചെയ്യാൻ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതാണ് ശരിക്കും മെഡിറ്റേഷന്റെ പവർ. ഒരുപാട് ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ ശക്തിയുള്ള ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പൊ മെഡിറ്റേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യല് ബ്രത്ത് വർക്കാണ്. നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് ഈ ശ്വാസത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ശ്വാസം വലിക്കാൻ പ്രത്യേക മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? അത് എന്തിനാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് ശ്വാസം പിടിച്ചു നിന്നാല് ഒന്ന് കൈവച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റിനെ വേണമെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഹാർട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ശ്വാസം പിടിച്ചു നിന്നാല് നിങ്ങളെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ മെഡിറ്റേഷനിൽ ഹാർട്ട് ബീറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി ആരോടും പറയാറില്ല. നിങ്ങൾ ശ്വാസത്തെ കുറിച്ച് ശ്രദ്ധിക്കും, ശ്വാസം വിടുന്നത്, അകത്തേക്ക് വലിക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കും എന്നാണ് പറയാം. അത് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് ബീറ്റ് നമുക്ക് ഡയറക്റ്റ്ലി നിയന്ത്രിക്കാൻ പറ്റില്ല. ഹാർട്ട് അവിടെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതേപോലെ തന്നെ ബ്രെയിനിന്റെ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മുടെ ഹാർട്ടിനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നമ്മുടെ ശ്വാസത്തെ, സ്വാഭാവികമായിട്ട് ശ്വാസം നമ്മളൊന്നും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എന്തൊക്കെ ചെയ്യുമ്പോഴും ശ്വാസം അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ നമ്മളൊന്ന് വിചാരിച്ചാൽ, മനസ്സ് വെച്ചാൽ നമ്മുടെ ശ്വാസത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലേ? നമ്മൊന്ന് മനസ്സ് വെച്ചാൽ ശ്വാസം ആഞ്ഞു വലിക്കാനും ചെറിയ രീതിയിൽ ശ്വാസം എടുക്കാനും, വേണമെങ്കിൽ ശ്വാസം എടുക്കാതെ കുറച്ച് സെക്കൻഡുകൾ പിടിച്ചു നിർത്താനൊക്കെ നമുക്ക് സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടാൽ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അധികം ആൾക്കാരുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ ശ്വാസം നിയന്ത്രിക്കാതിരിക്കുന്നത് പോലെ അതങ്ങനെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ കാര്യങ്ങളായിട്ട് അതങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ബോധപൂർവം അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ, ശ്വാസത്തെ നിങ്ങൾ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതേപോലെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആ സിഗ്നല് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതിൻ്റെയും താഴെത്തട്ടിലുള്ള മൈൻഡുകളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഈ ശ്വാസപ്രക്രിയയിലൂടെ നിരന്തരം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ഥിരം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ, പലപ്പോഴും നമ്മളെ മൈൻഡിനെ തന്നെ വിശ്വാസമില്ല, അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? ഞാനിപ്പോ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, നമ്മുടെ ബന്ധങ്ങളായിരിക്കാം, പ്രത്യേകിച്ച് സാമ്പത്തിക പരമായിട്ടുള്ള ഇടപാടുകളൊക്കെ വരുമ്പോൾ, അതേപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പുതിയ ശീലങ്ങൾ തുടങ്ങുമ്പോൾ, ഇതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കുമോ? നമ്മുടെ മൈൻഡ് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. കാരണം മുന്നത്തെ അനുഭവങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കാം. മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി, പക്ഷെ അത് പൂർത്തിയാക്കാൻ, മുഴുമിപ്പിക്കാൻ, അതിനെ കംപ്ലീറ്റ് ആക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പം പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ലൈഫ് മുന്നോട്ട് പോയത്. ഒരുപാട് പ്രശ്നങ്ങള്, നമ്മൾ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ മൈൻഡിൽ സ്റ്റോർ ചെയ്തപ്പെട്ടിട്ടുണ്ട്, മെമ്മറീസ് ആയിട്ട്, ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തുകൊണ്ട് മനസ്സ് പറയും, ഇതെന്ത്, ഇങ്ങനെയല്ലേ മുന്നേ നമുക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, നിന്റെ അടുത്ത് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടോ, നിന്നെ കൊണ്ട് സാധിക്കുമോ, നീ ടെൻഷൻസ് ഒക്കെ നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ, അതിനുള്ള ഒരു പവർ നിന്റെ അടുത്ത് ഉണ്ടോ എന്ന് മൈൻഡ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനുള്ള ഉത്തരമാണ് എൻ്റെ ശ്വാസം ഞാൻ ദിവസം മൊത്തം നിയന്ത്രിക്കാതിരിക്കുന്നു. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നു. നമ്മളിപ്പോ ഓടുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി ശ്വാസത്തെ കൂടുതലാക്കും. അതേപോലെ തന്നെ നമ്മൾ കുറച്ചു നേരം ഡീപ്പായിട്ട് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശ്വാസത്തിന്റെ പ്രക്രിയ കുറക്കും. നമ്മുടെ ശരീരം പതുക്കെ വലിച്ചാൽ മതി, ആവശ്യത്തിന് ഓക്സിജൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള സിഗ്നൽ നമുക്ക് തരും. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തെ നമ്മൾ ബോധപൂർവം എടുത്ത് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒന്നാണ്. നിന്നെ കൊണ്ട് മാത്രമല്ല, നിന്നെ നിയന്ത്രിക്കാൻ എനിക്ക് ശേഷിയുണ്ട് എന്നുള്ള നമ്മുടെ മനസ്സിലേക്ക് സിഗ്നൽ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം ഈ സംഭവങ്ങളൊക്കെ ഓർക്കുക. വലിയൊരു പ്രക്രിയയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വലിയൊരു പ്രക്രിയയാണ്. ഓക്കെ. ഇത്രയാണ് മെഡിറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഫീലിങ്സ് ഉണ്ടാവും. എന്ത് ഫീലിങ്സ് ആയിരുന്നാലും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. റെപ്പറ്റീഷൻ, നിങ്ങൾ ആവർത്തിക്കുന്നതാണ് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ആ ഒരു അവയർനെസ്, അതേപോലെ തന്നെ മനസ്സിന്റെ ശേഷി വളർത്താനുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ആണ്. വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് കിടക്കാപ്പോ. ഓക്കെ, ആർ യു റെഡി? കമന്റ് ബോക്സ് എടുക്കുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാല് നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ചേ പതിയുള്ളൂ. നിങ്ങൾ കേൾക്കുന്നു, കാണുകയും കൂടി ചെയ്താൽ മനസ്സിലേക്ക് ഒന്നും കൂടിയും പതിയും. നിങ്ങൾ കേൾക്കുന്നു, കാണുന്നു, നിങ്ങളുടെ കൈകളെ അതിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിന് കൂടുതലായിട്ട് ക്യാച്ചപ്പ് ചെയ്യും. അപ്പൊ കൂടുതലായിട്ട് നിങ്ങളുടെ മാക്സിമം ഈ ക്ലാസ്സിന്റെ ഔട്ട്പുട്ട് നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളിലേക്ക് അത് മനസ്സിന്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചാറ്റ് ബോക്സ്, എല്ലാവരും സംസാരിക്കണം. ശരിക്കും നമുക്ക് ഇതിൽ നോയ്സും ഇതൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പരമാവധി ആളുകൾ ചാറ്റ് ബോട്ട് എടുക്കുക, ചാറ്റ് ബോക്സിൽ കമന്റ്സ് ടൈപ്പ്. എല്ലാവരും ആർ യു റെഡി, ആർ ഓർ കെ കമന്റ്, അഗെയിൻ കമന്റ്. ഓക്കെ.
അപ്പൊ മെഡിറ്റേഷൻ സെഷനിൽ നമ്മൾ രണ്ട് മൂന്ന് സ്ഥിരം ആയിട്ട് പറയുന്ന സംഭവങ്ങളുണ്ട്. അത് തന്നെ മതി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ആർ സനിൽ, ഓക്കെ. ഓക്കെ, നമ്മൾ സ്ഥിരം മെഡിറ്റേഷൻ, നമ്മുടെ ഒരു ക്ലാസ് സെഷൻ തുടങ്ങി സ്ഥിരം മെഡിറ്റേഷൻ സെഷൻസ് ചെയ്യുന്നവർക്ക് അറിയുമായിരിക്കും അതിന്റെ ആ ഒരു ബ്യൂട്ടി ഏതൊക്കെ രീതിയിലാണ്. നമ്മൾ ഒരു മെഡിറ്റേഷൻ ഒരൊറ്റ സമയത്ത് മാത്രമാണ് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം, വലിയൊരു പ്രക്രിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആണ് എന്നുള്ളതേ ഉള്ളൂ. ഒപ്പം തന്നെ അത് നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് നമുക്ക് ആക്സസ് കിട്ടാത്ത, കീട്ട് ഒരുപാട് പൂട്ടുകളൊക്കെ ഇട്ട് പൂട്ടി വെച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന്റെ അകത്തേക്കാണ് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളെ നമ്മൾ കൊണ്ടുപോയി ഇടാൻ ശ്രമിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഈസി പ്രോസസ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് അകത്തേക്ക് ചിലപ്പോൾ ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങളെ കാമായിട്ടുള്ള, നല്ല ഭംഗിയുള്ള രാവിലെയാണെന്ന്, നിങ്ങൾ കാമായിട്ടുള്ള സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. ഫ്രീ ആയിട്ടിരിക്കുക. കാലുകള് താഴെ വെച്ചിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ബ്രത്ത് വർക്ക്. നമ്മൾ സ്ഥിരം പറയുന്ന ബ്രത്ത് വർക്ക്. സ്മോൾ ബ്രത്ത്, ഡീപ്പ്, മാക്സിമം ഡീപ്പ് ബ്രത്ത്. ഹോൾഡ് എ സെക്കൻഡ്, ഹോൾഡ് എ സെക്കൻഡ്. പിന്നെ പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ടേക്ക് എ സ്മോൾ ബ്രത്ത്, ഡീപ്പ്, മാക്സിമം ബ്രത്ത്. ഹോൾഡ് എ സെക്കൻഡ്, ഹോൾഡ് എ സെക്കൻഡ്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. നമ്മൾ ശ്വാസം അതായത് വീണ്ടും വീണ്ടും ചെയ്യും. നമ്മൾ ശ്വാസം ഇതേപോലെ വലിച്ചു വിടുമ്പം നമ്മുടെ ഹാർട്ടിന്റെ താളത്തിൽ മാറ്റം വരുന്നുണ്ട്. നമ്മളെ ഹാർട്ട്, നമ്മുടെ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പം ഹാർട്ട് പ്രവർത്തിക്കുന്നത് കുറച്ചൊന്ന് പതുക്കിയാക്കും. അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പം ഹാർട്ട് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അത് ബ്ലഡ്, രക്തം വരുന്നതിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ശ്വാസം വിടുമ്പം നമ്മുടെ നെഞ്ഞില്, നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ശ്വാസം ഡീപ്പായിട്ട് ആദ്യം പതുക്കെ ഒരു ശ്വാസം വലിക്കുക, പിന്നെ ഡീപ്പ് മാക്സിമം വലിക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, ഡു ദാറ്റ് അഗെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുള്ളത്, നമ്മുടെ ബ്രെയിനിന് രണ്ട് ഏരിയാസ് ഉണ്ട്. ഏതൊക്കെ? റൈറ്റ് സൈഡ്, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ്. രണ്ട് ഏരിയാസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. ഈ രണ്ട് ബ്രെയിൻ ഏരിയാസും ഓപ്പോസിറ്റുള്ള നമ്മുടെ ശരീരത്തെയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലയിലെ ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ, ഈ ശരീരത്തിന്റെ ഈ ഭാഗത്തായിരിക്കും പ്രശ്നങ്ങൾ വരിക. അപ്പൊ നമ്മുടെ തലയുടെ രണ്ട് ഭാഗത്തെയും സ്റ്റിമുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ രണ്ട് വിരലിലും മാറി മാറി നമ്മളെ കൈകളെ റബ്ബ് ചെയ്യുന്നത്. ഓക്കെ, ഡു ദാറ്റ്. കൈകള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫീൽ ചെയ്ത് റബ്ബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കൈവിരലിന്റെ അറ്റത്ത് ഒരുപാട് സെൻസറി ന്യൂറോൺസ് ഉണ്ട് അല്ലെ? ബാക്കിയുള്ള ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സെൻസറി ന്യൂറോൺസ് നമ്മുടെ കൈയിന്റെ വിരലുകളുടെ അറ്റത്തുണ്ട്. അപ്പം അത് നിങ്ങൾ അഗെയിൻ ഡു ഇറ്റ്. വിരലുകള്, ഒരു വിരല് മറ്റേ വിരലിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, ഫീൽ ചെയ്ത് റബ്ബ് ചെയ്യുക. ഫീൽ ദ ഫിംഗേഴ്സ്, ഫീൽ ചെയ്യുക നിങ്ങളുടെ വിരലുകള്. എന്നിട്ട് വിരലുകൾ മാറ്റി ചെയ്യുക. ഓക്കെ, ഡു ദാറ്റ് അഗെയിൻ. ഓക്കെ, ഇനി റിലാക്സ്. സ്റ്റിമുലേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞ് കാണുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് അതിനെ നോക്കി കാണുക. അതൊക്കെ അവിടെ നടന്നോട്ടെ.
നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നമ്മൾ ചെന്ന് നിയന്ത്രിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവനിപ്പോ റോഡിൽ ഇറങ്ങി ഒരു വണ്ടിയുടെ മുന്നോട്ട് ചാടിയാൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ? എനിക്ക് എന്തെങ്കിലും അപകടം പറ്റും, അപ്പൊ ആളുകളുടെ അടുത്ത് എന്നെ അവിടെ നിന്ന് മാറ്റും, റോഡ് വീണ്ടും ചലിച്ചുകൊണ്ടേയിരിക്കും പഴയ അവസ്ഥയിൽ. നമുക്ക് ചെയ്യാനുള്ളത് അത് നോക്കി കാണുക, നമ്മുടെ മൈൻഡിലേക്ക് ഫ്രീ ആക്കി വിടുക, ഇതിലൂടെ വന്ന് ഇതിലൂടെ പോവുക എന്ന് നമ്മൾ പറയില്ലേ, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ ഒഴിവാക്കുക എന്ന് പറയില്ലേ ചില സംഭവങ്ങളൊക്കെ. അതേപോലെ നമ്മുടെ മൈൻഡിനെ ഇന്ന് നിങ്ങൾ ഫ്രീ ആക്കി വിടുക. എന്നിട്ട് എന്തൊക്കെ ചിന്തകൾ വന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ കളിയുടെ ഭാഗമാണ്. ഇതൊക്കെ ഈ എൻ്റെ ജീവിതമാകുന്ന വലിയൊരു കളിക്കളത്തിൽ ഇതൊക്കെ ഉണ്ടാവും. ഐ ആക്സെപ്റ്റ് ഇറ്റ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ചിന്തകൾ വരട്ടെ, എന്ത് ചിന്തയായിക്കോട്ടെ കേട്ടോ. ഇതിന് ഒരു ലിമിറ്റേഷനും നിങ്ങൾ വെക്കരുത്. ഇന്ന ചിന്ത വരരുതെന്നോ, ഇന്ന ചിന്ത വരരുതെന്നോ, ഇന്ന ചിന്ത തെറ്റാണെന്നോ, ഇന്ന ചിന്ത മോശമാണെന്നോ, അങ്ങനത്തെ ഒരു ലിമിറ്റേഷനും വെക്കാതിരിക്കുക. കാരണം ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഫീൽ റിലാക്സ്ഡ് ആൻഡ് ജസ്റ്റ് ഒബ്സർവ് ദ മൈൻഡ്. ജസ്റ്റ് ഒബ്സർവ്. ഓക്കെ. നിങ്ങളുടെ മൈൻഡിനെ പിടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. മൈൻഡിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടക്കി പിടിച്ചൊന്നും വെക്കണ്ട. ജസ്റ്റ് ഫീൽ. മൈൻഡ് നീ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ. യു ആർ ഫ്രീ നൗ. ജസ്റ്റ് നിങ്ങളെ ഇരുന്ന് ഒബ്സർവ് ചെയ്യാന്ന് പറയും. ജസ്റ്റ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ മനസ്സിന് ശരിക്കും അലട്ടുന്നത്, മനസ്സിൻ്റെ വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ടെൻഷൻസ് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നൗ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക, ഇറ്റ്സ് ഓക്കെ, ഐ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ഇറ്റ്. എന്തൊക്കെ ഏതൊക്കെ നമ്മൾ പേരൻസ് പറയില്ലേ, മക്കളെ എന്തൊക്കെ തെറ്റ് ചെയ്താലും മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പേരൻസിന് പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ മനസ്സ് എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്റ്റിൽ ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഐ കംപ്ലീറ്റ്ലി, നിരുപാധികം, അതിന് ഒരു കണ്ടീഷനും ഇല്ല. എന്തൊക്കെ ആയിരുന്നാലും ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളുടെ കുറ്റബോധങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതിൽ. ബാക്കിയുള്ളവർ ചെയ്ത ഇരയാക്കപ്പെട്ട, നമ്മൾ ചിലർ പറയും ഞാൻ ഒരുപാട് ഇരയാക്കപ്പെട്ടു, എന്നെ ഒരു ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞു. ഓക്കെ, അസ്സലാമു അലൈക്കും ബഷീർ. എന്നെ ഒരു ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയും ചിലവർ. ഒരുപാട് കാലം പ്രവാസിയായിട്ടിരുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായപ്പോൾ ആളുകൾക്ക് വേണ്ടിയിരുന്നു. അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ അവിടെ മനസ്സിലുണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. ഞാനത് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശ്വാസകോശത്തെ, എൻ്റെ ശരീരത്തെ മുഴുവനായിട്ട് ഞാൻ സ്നേഹിക്കുന്നു. ഇത് ഒറ്റയടിക്ക് ചെയ്തു തീർക്കേണ്ട മെഡിറ്റേഷൻ അല്ല കേട്ടോ. നിങ്ങൾ പകല് വീണ്ടും ഇത് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിരിക്കും മനസ്സിൽ. ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒബ്സർവേഷൻ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ജസ്റ്റ് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ബ്രത്ത് വർക്ക് വീണ്ടും ചെയ്യുക. ടേക്ക് സ്മാൾ ബ്രത്ത്, ഡീപ്പ്, മാക്സിമം ബ്രത്ത്. ഹോൾഡ് 1 2, ഹോൾഡ് 1 2, ഒന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി ഊതി വിടുക. ദ വിസിൽ ഔട്ട്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അതിൽ വിസിൽ ഔട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഓട്ടോമാറ്റിക് ചിന്ത എന്ന് പറയും. നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞ ഡിഫോൾട്ട് സെറ്റിങ്സ്. നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രത്യേകിച്ച് നമ്മൾ സെറ്റിങ്സ് അടിച്ചു വിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന് ഇഷ്ടമുള്ള കുറേ സെറ്റിങ്സ് നമുക്ക് കൊണ്ടുവന്ന് തരും. ഇതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിന്തിച്ചു കൊണ്ടുവരും. അതേപോലെ നമ്മുടെ മനസ്സും ഈ രീതിയിലൊക്കെ കൊണ്ടുവരും. സങ്കടം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓക്കെ, സങ്കടത്തിൻ്റെ ടൈമാണ്, എല്ലാ സങ്കടങ്ങളും ആക്റ്റീവ് ആക്കുമെന്ന് പറയും മൈൻഡ്. ഇതേപോലെ മൈൻഡിന് ഓട്ടോമാറ്റിക് മെക്കാനിസം ഉണ്ട്. അപ്പം അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് അതിനെ പഠിക്കുക.
അതിനെങ്ങനെ പഠിക്കുക? കുറെ ബുക്സ് എടുത്താണ്ടോ അല്ലെങ്കിൽ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടാണ്ടോ റീൽസ് കണ്ടാണ്ടോ ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അതിലൂടെ കുറെ ഇൻഫർമേഷൻസ്, കുറെ നോളജ് നിങ്ങളുടെ തലക്കകത്തേക്ക് വീണ്ടും 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 തള്ളിക്കയറ്റാനേ പറ്റുള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞു ബ്രത്ത് വർക്ക് ചെയ്യുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. ഇവൻ എന്താണ്, എനിക്ക് എന്തുകൊണ്ട് ഇവനെ പിടികിട്ടുന്നില്ല എന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, നൗ ബ്രത്ത് വർക്ക് വീണ്ടും ചെയ്താണ്ട് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, ശരിക്കും മെഡിറ്റേഷന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൈഡൻസിലോ നമ്മൾ പറഞ്ഞു തരുന്ന സംഭവങ്ങളിലോ അല്ല, നിങ്ങൾക്കുള്ള ഫീലിങ്ങിനാണ്. അത് എത്രത്തോളം നിങ്ങളുടെ അകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഫീൽ ചെയ്തത്? ഇന്ന് സാധാരണ മെഡിറ്റേഷൻ അല്ല, ഡിഫറെന്റ് മെഡിറ്റേഷൻ ആയിരുന്നു. ഞാൻ അധികം ഗൈഡൻസ് ഒന്നും നിങ്ങൾക്ക് ചെന്നിട്ടില്ല, ജസ്റ്റ് റിലാക്സേഷൻ ബ്രത്ത് വർക്ക് തന്നിട്ടുള്ളൂ. കമന്റ് എന്തായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങളുടെ മൈൻഡിനെ വെറുതെ ഫ്രീ ആയിട്ടിരുന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു ശേഷി നിങ്ങൾക്ക് ഉണ്ടോ? ഓക്കെ, ഫീൽ ഫ്രീ മൈൻഡ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യൂ. അപ്പൊ ഓക്കെ, താങ്ക്സ്. ഇല്ല, നിങ്ങളുടെ മൈൻഡ് കമന്റ് ചെയ്യൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്തത്? സാധാരണ മെഡിറ്റേഷൻ അല്ല ഇത്. കുറച്ച് തുടക്കത്തിൽ നമ്മൾ നിങ്ങള് മനസ്സിനെ കൊണ്ട് അങ്ങോട്ട് അഫർമേഷൻ കൊടുക്കലാണ്. നീ വാ, നീ സ്നേഹിക്ക്, നീ എന്നെ സ്നേഹിക്ക്, നീ എന്നെ കൊണ്ട് സാധിക്കും, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ, നിന്നെ യു ഹാവ് ദാറ്റ് പവർ എന്ന് പറഞ്ഞ മസിൽ പിടിച്ചു പോവുകയാണ്. ഓക്കെ, സംഭവിക്കും. ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയും നിങ്ങളുടെ മൈൻഡ് ഫ്രീ അപ്പ് ആക്കി ഇടുമ്പോൾ. അത് വേണം, അത് സംഭവിക്കും. നിങ്ങൾക്ക് ഒരു മാറ്റവും മനസ്സിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് അത്രത്തോളം ഫ്രീ അപ്പ് ആക്കുന്നില്ല എന്നുള്ളതേ അർത്ഥമുള്ളൂ. കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എത്ര ഡീപ്പിലേക്ക് ഇറങ്ങി അവയർനെസ് കൊടുത്താൽ പോലും മനസ്സിൽ വീണ്ടും ഉണ്ടായിരിക്കും. അല്ലേ? നമ്മുടെ വീടുകൾ ഇപ്പൊ നിങ്ങള് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഏത് തീർത്ഥാടന കേന്ദ്രത്തിലും മക്കയിൽ പോയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എവിടെ തീർത്ഥാടനത്തിന് പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ സ്ഥലങ്ങള് ഓരോ 5 മിനിറ്റിലും 10 മിനിറ്റിലും അവിടെ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ ഓടി നടക്കുന്നുണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ മനസ്സിലെ ഓരോ മിനിറ്റിലും 60-70,000 ചിന്തകൾ ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ക്ലീനിങ് പ്രോസസ്സ് നിരന്തരമായിട്ട് ചെയ്യണം, എങ്കിലേ മനസ്സ് ക്ലീനും കാമായിട്ടിരിക്കുള്ളൂ. ഓക്കെ, വീണ്ടും പഴയതുപോലെ ആവുകയാണ് സാർ. ഇൻഷാ അല്ലാ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറവുണ്ട്. കുറവല്ല, പൂർണ്ണമായിട്ട് മാറും. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കുറഞ്ഞ് വീണ്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് യൂട്യൂബിലുണ്ട്, വീണ്ടും കേൾക്കുക. അഫോർമേഷൻസ് വീണ്ടും കേൾക്കുക, കൊടുക്കുക. മെഡിറ്റേഷൻസ് വീണ്ടും ചെയ്യുക. ഇത് നിങ്ങൾ ഒരു ദിവസം ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയുമില്ല. നിങ്ങൾ വീണ്ടും ചെയ്യുക. അതിനാരും നിബന്ധന വെച്ചിട്ടില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വീണ്ടും ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ചിലപ്പോൾ മനസ്സ്, നമ്മുടെ ഇഷ്ടങ്ങൾ ഇന്ന സംഭവങ്ങളാണ്, എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് മനസ്സിൽ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സൊന്ന് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഈ മെഡിറ്റേഷൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ വരെ മാറും. നിങ്ങൾ എത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം, അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങള്, അതേപോലെ തന്നെ ആളുകൾ, ഇതിലെ പ്രിഫറൻസിലൊക്കെ മാറ്റങ്ങൾ വരാം. നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളുകളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാം. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള വലിയ ടിപ്സ് ആണ് 2-3 സംഭവങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്റ്റർ ചെയ്യണം. ഒന്നാമത്തേതായിട്ട് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ.
നിങ്ങളുടെ ചിന്തകള് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ നമ്മൾ ആദ്യം നിയന്ത്രിക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. പതുക്കെ പതുക്കെ ഇത് നമ്മുടെ നിയന്ത്രണത്തിലെത്തും. നമ്മൾ എന്ത് കാര്യം പുതിയത് ചെയ്യുന്നതും എന്തിനു വേണ്ടിയാണ് ഇപ്പൊ നമ്മള് പുതിയ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്? അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കണം? നമ്മൾ ക്ലാസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഫീലിങ്സ് വരണം. നമുക്ക് കുറെ പൈസ എന്തിനാണ് വേണ്ടത്? അപ്പൊ ആ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴുള്ള നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഫീലിംഗ്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലേ? നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? നമുക്ക് എന്ത് സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ മനസ്സ് ഒറിജിനലി ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് മറ്റു പല, ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടോ? അതിന്റെ ഇടയ്ക്കുള്ള മറ്റു പല മൈൽ സ്റ്റോൺസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള മാനസികാവസ്ഥയാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ന്യൂറോ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ഡൊപ്പാമൈൻ എന്ന് പറയും. നിങ്ങൾ ഡൊപ്പാമൈനെ കുറിച്ച് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, അത് വിട്ടേക്ക്. ഡൊപ്പാമൈൻ ആണ് നമ്മളെ എന്ത് പുതിയ കാര്യങ്ങൾ, മോട്ടിവേഷൻ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള മോട്ടിവേഷൻ തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഡൊപ്പാമൈൻ്റെ അളവാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ ഫീൽ ചെയ്താല്, എനിക്കിപ്പോ ഈ ഒരു സംഭവം, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്ക് എൻ്റെ ആവശ്യം എൻ്റെ കയ്യിൽ പൈസ ആണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാനത് അറ്റൈൻ ചെയ്യാൻ പോവുകയാണ്, അതിലേക്ക് എത്തിപ്പെടാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ബന്ധങ്ങളിലെ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കപ്പെട്ടു. ഞാനിപ്പോ എനിക്ക് ആവശ്യത്തിന് പ്രണയം കിട്ടുന്നുണ്ട്, ഞാൻ പ്രണയിക്കപ്പെടുന്നുണ്ട്, പ്രണയം എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ബന്ധങ്ങളിലെ സുതാര്യമാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടും എല്ലാം പ്രശ്നങ്ങൾ മാറി. നിങ്ങൾ എന്തിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ, ബ്രെയിൻ ഇത് ഒറിജിനലി സംഭവിച്ചതാണോ ഒറിജിനലി സംഭവിച്ചിട്ടില്ല ഒന്നും ബ്രെയിൻ അറിയില്ല. അപ്പൊ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡൊപാമൈൻ ഉണ്ടാവും, നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ ലെവൽ കിട്ടും, കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു ശേഷി നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് തരും. അപ്പൊ ഒന്നാമതുള്ളത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്? നിങ്ങൾ ബാക്കിയുള്ളവരോടൊക്കെ ചിലപ്പോൾ കളവ് പറയുന്നുണ്ടാവും, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ചെറിയ കള്ളങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ഒരിക്കലും സ്വന്തം മനസ്സിനോട് നിങ്ങൾ കള്ളം പറയാൻ പാടില്ല. അവിടെ കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും സാധാരണഗതിയിൽ സ്വന്തം മനസ്സിനോട് കള്ളം പറയില്ല. പക്ഷേ നമ്മൾ നിരന്തരം തെറ്റായിട്ടുള്ള ഇമോഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അവിടെ കള്ളങ്ങളായിരിക്കും നിക്ഷേപിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളായിരിക്കില്ല. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ അപ്പ് ആവുന്നു. നമ്മുടെ മൈൻഡിലേക്ക് നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരും. നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, എന്താണോ നിങ്ങൾ ഈ ക്ലാസ്സിൽ എന്നും രാവിലെ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, ആ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ മൈൻഡ് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുക. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ്സ് അതിനനുസരിച്ച് ഉയർത്താൻ ശ്രമിക്കുക. അതായത് ഒരുപാട് പൈസ കൊണ്ടേ കളയാനല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പൈസ ഉള്ള ആളുകള് പൈസ അനാവശ്യമായിട്ട് അധികം കളയാറില്ല. അവരുടെ ചില വീക്ക് പോയിന്റ്സ് ഉണ്ടാവും എല്ലാ ആളുകൾക്കും. ആ വീക്ക് പോയിന്റിൽ ചിലപ്പോൾ അവർ പൈസ കുറച്ച് ചെലവഴിച്ചെന്ന് വരും. ബാക്കിയുള്ളതിലൊന്നും പൈസ ഉള്ള ആളുകൾ അധികം ചെലവഴിക്കില്ല. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കുന്നതിന്റെ വില അറിയാം. ഒറ്റയടിക്ക് പൈസ കുറെ കിട്ടിയാൽ ചിലപ്പോ എന്തൊക്കെ കാണിച്ചു കൂട്ടും. ലോട്ടറി അടിച്ചവര് കണ്ടില്ലേ, കുറച്ച് സമയം കൊണ്ട് തന്നെ അവര് വീണ്ടും പാപ്പരാവും. അതല്ല റിച്ച്നെസ്. പൈസ, ആവശ്യത്തിനുള്ള പൈസ നമുക്ക് ഉപകാരപ്പെടണം, അപ്പോഴേ നമ്മൾ റിച്ച് ആവുള്ളൂ. കുറെ പൈസ ഉണ്ടാവുന്ന ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ റിച്ച് എന്ന് വിളിക്കില്ല. അപ്പൊ റിച്ച് ആവണമെങ്കിൽ നിങ്ങൾ ആ മാനസികാവസ്ഥ, പൈസ അനാവശ്യമായിട്ട് ചെലവഴിക്കല്ല, പക്ഷെ പൈസയുള്ളവർ
ജീവിക്കുന്നത് പോലെ ആ മാനസികാവസ്ഥയിൽ, ആ സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങണം. നിങ്ങൾ അസുഖങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അസുഖം മാറില്ല. നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറിയതായി സങ്കല്പിക്കുക, പൂർണ്ണമായിട്ടും മാറിയതായിട്ട്. ഇപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുക. ഫീൽ ചെയ്താൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ മോട്ടിവേഷനുള്ള ഡോപാമൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ മൈൻഡ് പറയും ഓക്കെ ഇറ്റ്സ് ഗുഡ്, വീണ്ടും വേണം. അപ്പം നിങ്ങൾ ഈ അസുഖങ്ങൾ മാറി ആരോഗ്യമുള്ള തലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള പുഷ് നിങ്ങൾക്ക് കിട്ടും. ദാറ്റ്സ് ദ വൺ. ഒന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതാണ്. നിങ്ങളൊക്കെ അത് ലഭിച്ചതായിട്ട്, ചിലപ്പോൾ ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ മാറിപ്പോയി. പണ്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്ത് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ. അത് നമ്മുടെ അമ്മയുടെ വയറിനകത്ത് കിടക്കുന്ന സമയം മുതല് സമൂഹം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളില്, ഇല്ലേ? അത് മാറിയതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അത് നിങ്ങളുടെ ശരീരത്തിൽ ഡോപാമൈൻ റിലീസ് ചെയ്യും. നിങ്ങൾക്ക് അത് മോട്ടിവേഷൻ ലെവൽ നിങ്ങൾക്ക് കിട്ടും. ഈ കിട്ടുന്ന